വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന് പ്രതീക്ഷയില്ല. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് തമ്മിലടിയാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഇടക്കാലത്ത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമായിരുന്നെങ്കിൽ ഇപ്പോൾ വി ഡി സതീശൻ KC വേണുഗോപാലുമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ തർക്കം കൂടുതൽ രൂക്ഷമാകുമോ ഇനി? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അല്ലേ. ശരിക്കും ഇവർക്ക് ഭരണത്തിൽ കയറാൻ എന്തെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെയും അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ വെച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടലപ്പിണക്കങ്ങൾ, കാലുവാരൽ, ഗ്രൂപ്പ് കളി. അത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരും നമ്മൾ പറയും വളരും തോറും പിള്ളേരും തോറും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയോട് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയാം. അത് ഏത് ഇതിൽ നോക്കിക്കഴിഞ്ഞാലും. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മന്ത്രിയാവണം, മുഖ്യമന്ത്രിയാവണം. ഈ മുഖ്യമന്ത്രി കസേരയാണ്. അല്ലാതെ ഇവിടെ നമ്മുടെ പണ്ടൊക്കെ ഞാനൊക്കെ KC പ്രസ്ഥാനമായിട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു. SFIയിലൊക്കെ ആകുമ്പോൾ അവർ ഒരുപാട് ക്യാമ്പുകൾ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. പക്ഷെ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കൂടെയുള്ള നേതാക്കന്മാരായിക്കോട്ടെ ഈ ഇതിൽ ചെളി തെറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മീൻസ് ഒരു സമ്പർക്കം, ജനങ്ങളായിട്ടുള്ള സമ്പർക്കങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഒരു ഇതായിട്ടിരുന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലത്തില്ല. പക്ഷെ അത് പിന്നെ കാലം മാറി വന്ന് ശരിക്കും അങ്ങനെയാണെങ്കിൽ അന്ന് ജനകീയ നേതാക്കളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജനകീയമായിട്ടും അപ്പൊ ലീഡർ തന്നെ മതിയായിരുന്നല്ലോ. ലീഡറിന്റെ ഒരു പവർ എന്നൊക്കെ പറയുമ്പോൾ ലീഡറിന്റെ കാലം കഴിഞ്ഞത് ചാണ്ടി സാറുണ്ട്, അങ്ങനെ നയിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോലും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ശ്രീത്തെ. കാരണം യുവനിര, കോൺഗ്രസിന്റെ ഒരു യുവനിര ശക്തമായിട്ട് വന്നു. പിണറായിക്കെതിരെ പിണറായി എന്ന് കൈ ചൂണ്ടി ചോദ്യം ചെയ്യാനുള്ള രീതിയിൽ ആൾക്കാർ വന്നതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാം, മറ്റൊരു വിഷയമാണ് അല്ലേ. നമുക്ക് ഒരു വിമൻ ആ പ്രശ്നങ്ങളും അങ്ങനത്തെ ഇതായി വന്നു കഴിഞ്ഞപ്പം അവിടെ ഇമേജ് പോയി. പക്ഷെ അവിടെ പോലും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഞാൻ ആലോചിച്ച് നോക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ കോഴിത്തരം കാണിക്കുന്ന ആൾ മുകളിലേക്ക് കയറി പോവാണ് അല്ലെ. ഒരു പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ആരോപണം വന്നു കഴിഞ്ഞാൽ ബാലൻ സഖാവും ശ്രീമത് സഖാവും വന്നിട്ട് തീവ്രത അവർന്നിട്ട് വലിയ ചെറുതായി പോയെന്ന് പറഞ്ഞിട്ട് കൂടെ നിന്ന് വെളുപ്പിക്കാൻ. ഇപ്പൊ വെളുപ്പിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു നേതാവ് MLA ആണ് അല്ലെങ്കിൽ ആ ഓക്കെ ഒരു പിന്തുണ കൊടുക്കാമല്ലോ, അതുപോലും ഇല്ല. കാരണം അവിടെ പരസ്യമായിട്ട് അന്നേരം നേതാക്കന്മാർ തന്നെ രംഗത്തിറങ്ങിയ ഒരു ചിത്രം നമ്മൾ കണ്ടു. കണ്ടല്ലേ നമ്മൾ അവിടെ നമുക്ക് ഈ KC വേണുഗോപാലിന്റെ വൈഫ് തന്നെ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്നൊന്നും തുടങ്ങിയൊരു ഇതൊന്നുമല്ല. ആരും ഒന്ന് ഉയർന്നു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത് മക്കൾ രാഷ്ട്രീയം ഉണ്ട് അവിടെ ഭയങ്കരമായിട്ട് കോൺഗ്രസിൽ. അതല്ല എൻ്റെ ഇത്. അതിപ്പം നമ്മുടെ ചാണ്ടി സാറാണെങ്കിലും ചാണ്ടി ഉമ്മൻ നല്ലൊരു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള നേതാവാണ്. പക്ഷെ എന്നാലും ഒരു മക്കൾ രാഷ്ട്രീയം എന്നുള്ള രീതിയിലും ജനാധിപത്യവും മക്കൾ രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ കോൺഗ്രസ് മാറേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും കോൺഗ്രസിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ ഈ പടലപ്പിണക്കങ്ങൾ കാണുമ്പോൾ ഈ എന്നും ഗ്രൂപ്പ് അടിയാണ്. അതോടൊപ്പം തന്നെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളാണ്. ഒന്നാമത് എല്ലാ സംഘടന വലിയ ലിസ്റ്റാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ബാക്കിയുള്ള പാർട്ടിയെ പോലെ അല്ലല്ലോ ഇങ്ങനെ നീണ്ട അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വേദി തന്നെ മുൻനിരയിൽ ഇരിക്കാനൊരു തള്ളുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ്. ഈ കോൺഗ്രസിന് ട്രോളാനുള്ളൊരു മെറ്റീരിയലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ള് നിരകളിൽ നിന്നിട്ട് ഞങ്ങളുടെ മുഖം കാണണം. ഏത് നമ്മൾ ഇന്നാള് കണ്ടുവല്ലേ ഇപ്പം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട മുരളീധരൻ്റെ അദ്ദേഹം വന്ന ശരിക്കും ജാഥ ക്യാപ്റ്റനാണ്. പുള്ളി വന്നത് 6 മണിക്കൂർ വൈകിട്ടാണ്. വന്നിട്ട് തന്നെ വേദിയിൽ ആരൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തള്ള്. പിന്നെ അതിനൊരു സന്ദീപ് വാര്യർ പാട്ട് ചാടി അപ്പുറത്തുനിന്ന് പോയവർക്ക് സീറ്റ് കൊടുക്കണം. വലിയൊരു ബാധ്യതയാണ്. ആദർശം നോക്കിയൊന്നുമല്ല ഈ കോൺഗ്രസ് പ്രസ്ഥാനം നന്നാവണമെന്നോ ആ ഒരു പ്രസ്ഥാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു പുനരുജ്ജീവനം കൊടുക്കണമെന്നൊന്നും ആർക്കുമില്ല. കിട്ടുന്ന അവസരത്തിൽ എത്രത്തോളം കൈയിട്ട് വരാൻ പറ്റും അല്ലെങ്കിൽ സീറ്റ് കിട്ടും, ഈ ഒരു മാത്രമാണ്. അപ്പൊ അത് തന്നെയാണ്. അല്ല, അതും ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ചാണ്ടി ഉമ്മന് ചുമതല നൽകിയില്ല, സന്ദീപ് വാര്യറിന് നൽകി എന്നത്. അത് ആ തർക്കം ശരിയാണോ? അല്ല, അതിൽ 2 കാര്യങ്ങളുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ സന്ദീപ് വാര്യർ BJP പ്രസ്ഥാനമായിട്ട് നിന്ന സമയത്തും ഭയങ്കരമായിട്ട് മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അയാളുടെ ചാനൽ ചർച്ച കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് പറഞ്ഞേ പറ്റും. പക്ഷെ അത് നമുക്ക് നോക്കുമ്പോൾ ജനകീയനാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് കുതന്ത്രങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പറഞ്ഞ് പഴച്ച് എങ്ങനെയും നമ്മൾ പറയില്ല പൂച്ച പോലെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ 4 കാലിൽ നിൽക്കും. നാണക്കേടൊന്നും അങ്ങനെ പ്രശ്നമൊന്നും അങ്ങനെ ഇല്ല പുള്ളിക്കാരന്. ഒരു ഉളുപ്പില്ലായ്മയുടെ ഒക്കെ ആ ലെവലിൽ വേണമെങ്കിൽ പോകും. പക്ഷെ ചാണ്ടി ഉമ്മൻ എന്നൊക്കെ പറയുമ്പം ഒത്തിരി മനസ്സ് കുറെ കൂടെ ഭയങ്കര മൃദുലമാണ്. അപ്പോൾ ഒരു ചാനൽ ചർച്ച ഇപ്പോൾ എതിരാളികൾ അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം, പിണറായി വിജയനെ തന്നെ പാവം എന്ന് പറയാനൊരു മനസ്സ് കാണിച്ചിട്ടുള്ള അച്ഛനെയും കുടുംബത്തെയും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യരും ആ പ്രസ്ഥാനത്തെയും തന്നെ പുള്ളിക്കാരനിപ്പോൾ വിടുവായത്തങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ചാണ്ടി ഉമ്മന്
നമ്മൾ കണ്ടു അല്ലേ, പാലക്കാട് ഇലക്ഷനിൽ രാഹുലൊക്കെ വേറെ രീതിയിൽ നിൽക്കുമ്പം ഓരോ വീട് കയറി കയറി പ്രവർത്തിച്ച രീതിയിലുള്ള നിലമ്പൂരും പഞ്ചായത്തിലെ എല്ലാ ഓരോ വീടുകളും കയറി. അപ്പം നല്ല അടിത്തറ ജനങ്ങൾക്കിടയിൽ അച്ഛൻ്റെ അതേ ഒരു പോളിസി ഉണ്ട്. പക്ഷെ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എതിരാളികളുടെ വായടപ്പിക്കാനോ പോയിന്റ്സ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പാർട്ടി മികച്ച നേതാക്കളെ ഉയർത്തിക്കൊണ്ട് വരാത്തതാണോ ഇപ്പോൾ കോൺഗ്രസിൽ കാണുന്ന ഈ ബുദ്ധിമുട്ട്? കാരണം ഒരു സമരത്തിൽ കാണാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ സ്വർണ്ണപ്പാൾ വിവാദവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ? ജനങ്ങൾ പൊതുവെ ഈ സർക്കാരിനെതിരായിട്ടും ഈ നേതാക്കളെ കാണാനില്ല. ഞാൻ ആലോചിച്ച് നോക്കിയ സ്വർണ്ണപ്പാളി വിവാദം പറഞ്ഞപ്പോൾ തന്നെ ശബരിമല നമുക്കൊരു ദിവസം പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പ്രയാർ ഗോപാലകൃഷ്ണൻ. അതായത് അദ്ദേഹം അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത്രയും പരമ പവിത്രമായിട്ട് കണ്ടിട്ട് ആ ഒരു തസ്തികയ്ക്ക് അത്രയും പരിപാലന കൊടുത്തൊരു മനുഷ്യനായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് പോലും ജാഥാ ക്യാപ്റ്റൻ അവിടെ നിന്ന് വന്നിട്ട് കുറേ യാത്ര നടത്തി, അല്ലെങ്കിൽ അപ്പം ഷാഫിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ പാലക്കാട്, അവർ വന്ന്. പക്ഷെ അവിടെ പോലും നമുക്ക് കാണാം ഈ ഒരു അടി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതൊരു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പാണ്. അടി വന്നു കഴിഞ്ഞപ്പോൾ ഷാഫി പറയുന്നുണ്ട് ഞങ്ങൾ സ്വർണ്ണപ്പാളി അവിടെ നടന്നത് കോളേജ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടില്ല. അപ്പം ഇതാണ് ഇവർക്കൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇമേജ് അല്ലേ ബിൽഡപ്പ് ചെയ്തിട്ട് ഞാൻ അല്ലാതെ പാർട്ടി വേണ്ട. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് കോൺഗ്രസിന്റെ നാശത്തിന് ഏറ്റവും വലിയ കാരണമാണ്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദേശീയ നേതാവായിക്കോട്ടെ രാഹുൽ ഗാന്ധി, ആ ഒരു കുടുംബം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെന്നുള്ള രീതിയിലേക്ക് ആയതുകൊണ്ട് തന്നെയല്ലേ എത്രയോ ഇപ്പോൾ KC വേണുഗോപാൽ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മോഹം മുഖ്യമന്ത്രി സ്ഥാനം, VD സതീശന് മോഹം, അടൂർ പ്രകാശ്, ശശി തരൂർ, KC വേണുഗോപാലിന്റെ ഒരു കാര്യം KC വേണുഗോപാൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നൂലിക്കെട്ടിയുടെ നേതാവെന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ പാർട്ടി ഭയങ്കര മോശമായിട്ടിരിക്കുന്ന അഖിലേന്ത്യാ ദേശീയ നേതാവ് കൂടെയാണല്ലോ. അപ്പം AICCയുടെ ഇതാണ് പുള്ളിക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പ് ഇതിൽ എന്താ പറയാ, പക്ഷെ എല്ലാം തോറ്റുപോയി എന്നുള്ളതാണ്. പക്ഷെ പാർട്ടിയുടെ ഏറ്റവും മോശം സമയത്തും പാർട്ടിയും ചാടിപ്പോകാണ്ട് പാർട്ടിക്ക് ഒപ്പം നിന്നിട്ടുള്ള ഒരാളെന്നുള്ളൊരു പോസിറ്റീവ് ഘടകമാണ്. പിന്നെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് KSU പ്രസ്ഥാനത്തിൽ കൂടെ യൂത്ത് കോൺഗ്രസ് പടിയായിട്ട് കയറി കേന്ദ്രമന്ത്രി അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോയിട്ടുള്ള അങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ഇതുണ്ട്. പിന്നെ KCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തകരുമോ ആണെന്ന് നമുക്ക് പറയാം, അങ്ങനല്ല. കാരണം അത് നമ്മൾ ആ വാറൂം ടാക്ടിക്സ് വെച്ച് കാണാം. കേന്ദ്രത്തിൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ KC എന്നല്ല, KCയുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾ ചെന്ന് കഴിഞ്ഞാൽ പോലും അവിടെ നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞു. ഇനി ഒരു കോൺഗ്രസിന് പഴയ ഒരു പ്രതാപം നമുക്കറിയാം. ആ ബീഹാർ നമുക്ക് സംസാരിക്കണം, അതിലേക്ക് എത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവിനെ വെച്ചിട്ട് എവിടെ വരെ എത്താനാണ്? എന്ത് കാര്യത്തിനും പുള്ളി കുറേ വിവാദം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അത് തെളിയിക്കേണ്ട സമയമാകുമ്പോൾ ഒന്നുമില്ല. നമ്മുടെ വോട്ട് ചോടി തൊട്ട് എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പോൾ പുള്ളി തന്നെ അതൊരു വലിയൊരു സങ്കടമാണ്. അപ്പോൾ എന്നാൽ പോലും നമുക്കൊരു പുള്ളിയുടെ ഒരു എന്തൊക്കെയോ ഒരുപാട് ഇഷ്ടമുള്ളൊരു എലമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നേതാവായിട്ട്. പക്ഷെ അന്ന് ഇഷ്ടമല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുമ്പം രാഷ്ട്രതന്ത്രം ഡിഫറെന്റ് ആണ്. അതല്ല, നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയായി വരുമോ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാക്കി പറ്റും. കാരണം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ കോൺഗ്രസ് പ്രസ്ഥാനം അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പോയിട്ടുള്ള യാതൊന്നും ചെയ്യുന്നില്ല. ഒരു സമര പരിപാടി കാണുന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് പിണറായി എന്ന് പറഞ്ഞൊരു കാട്ടുകള്ളനെ തുറന്ന് കാട്ടാൻ, അല്ലെങ്കിൽ ആ കുടുംബം മൊത്തം കാണിച്ചിട്ടുള്ള അഴിമതി ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തെ CPM എന്നുള്ള 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുകൊള്ളെ തുറന്നു കാട്ടാൻ പരാജയപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാനുണ്ട്? ഇനി BJPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടൊരു അജണ്ടയുണ്ട്, കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പിണറായിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്ത് അടുത്തൊരു പ്രാവശ്യം 15 വർഷം നമുക്കറിയാം ബീഹാറിൽ നമ്മുടെ ബംഗാളിൽ എന്ത് സംഭവിച്ചു എന്ന്. ഈ കമ്മ്യൂണിസത്തിനെ പാറയിൽ നിന്ന് തുറത്ത് മാറ്റുകയും ചെയ്യും കോൺഗ്രസ്. അതെ, നമുക്കറിയാം കോൺഗ്രസ് കൊണ്ട്. അപ്പം BJP നമ്മൾ ഇതിൽ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ കോൺഗ്രസിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ജനങ്ങൾക്ക്. ഞാൻ അതാ പറഞ്ഞ ഒരു യുവ നേതാക്കൾ ഉയർന്നു വന്ന യുവ നേതാക്കളെ പാടെ വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് അഴിമതി ആരോപണം, ഒരു ഭാഗത്ത് സ്വർണ്ണക്കടത്ത്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഒരു വിഷയം വന്നപ്പം ആ കോൺഗ്രസിന് 2 ചേരിയായിട്ട് നിൽക്കുവാണ്. ഞാൻ നോക്കി KC വേണുഗോപാലിനെയൊക്കെ കുറിച്ച് ചീത്ത വിളിച്ചുകൊണ്ടൊരു വിഭാഗം ഭയങ്കര, അയാളെ പാർട്ടിയിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. KC എന്നൊക്കെ പറയുമ്പോൾ അഖിലേന്ത്യാ നേതാവിനെ തന്നെ പരസ്യമായിട്ട് ചീത്ത വിളിച്ചിട്ട് സതീശൻ വിഭാഗമുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് കളിയാണ്. ഈ ഗ്രൂപ്പ് കളി ഉണ്ടാവണ ഒരു പ്രസ്ഥാനത്തിന്. ഇപ്പൊ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്, പക്ഷെ എനിക്ക് എന്ത് കാര്യത്തിൽ വോട്ട് ചെയ്ത് കൊടുക്കാൻ തോന്നും? കാരണം ഞാനൊരു വിശ്വാസി കൂടെയാണ്. എനിക്ക് വോട്ട് കൊടുക്കാൻ തോന്നുമോ? ഇല്ല. ഈ തമ്മിലടിച്ചത് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ആൾക്കാർക്കൊപ്പം നിൽക്കാൻ തോന്നുമോ? ഇല്ല. നമ്മളതിന് നോട്ടയ്ക്ക് വല്ലതും കുത്തിയിട്ട് പോകാമെന്ന് പറയും. കാരണം രാഷ്ട്രീയമേ അടുത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം പ്രസ്ഥാനത്തിനൊപ്പം പോയിട്ട് ഇവരുടെ കള്ളക്കളിയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിപിടിയും കണ്ടിട്ട് പ്രസ്ഥാനം തന്നെ മടുത്തിരിക്കും. എന്നാലും നമ്മൾ വളർന്നു വന്നൊരു പ്രസ്ഥാനമല്ലേ, സ്നേഹിച്ചു പോയ പ്രസ്ഥാനമല്ലേ എന്ന് കരുതി നന്നായെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ
ഇത് വരും. പക്ഷേ ഈ ഗ്രൂപ്പുകളില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും സാഹചര്യമുണ്ട്. നമുക്കറിയാം, കാരണം MLA ഇലക്ഷനിലും കഴിഞ്ഞ ഓരോ ഇതിലും തിരിച്ച് കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസരം മുതലാക്കാൻ ഇവർ ഇനിയും പഠിച്ചിട്ടില്ല. പരസ്യമായിട്ടുള്ള വെല്ലുവിളി മീഡിയാസിന്റെ മുന്നിലാണ്. ഒന്നാമതും കേരളത്തിലെ മീഡിയാസിനെ കുറിച്ച് അറിയാം അല്ലേ, കോൺഗ്രസിനെതിരെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള മീഡിയാസാണ്. ഈവൻ മനോരമ പോലും കാലുമാറി കളമാറി ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മീഡിയാസിന്റെ മുന്നിലാണ് പരസ്യമായിട്ടുള്ള വെല്ലുവിളി, കളിയാക്കളി. ഞാൻ കണ്ടിരുന്നു സതീശന്റെ ഒരു റെഡ് അലേർട്ട് എന്നുള്ള പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ചിരിയും. പക്ഷെ ഇതാണ് ഇത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. KC വിഭാഗം ഒരു സൈഡിൽ, സതീശൻ വിഭാഗം ഒരു സൈഡിൽ. ഒരുമിച്ച് പോകണം എന്നുള്ള ഇതില്ല. അത് മാത്രമല്ല, ശശി തരൂരുണ്ട്, മുരളീധരനുണ്ട്, എല്ലാവർക്കും തർക്കം. മുരളീധരൻ പറഞ്ഞത് അത് വേറൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ്. കുറേ പേരെ പുള്ളിക്കാരൻ ഇഷ്ടമല്ലെങ്കിൽ അവരെ ഇത് നിശ്ചിതമായിട്ട് വിമർശിക്കും. തരൂർ എങ്ങനെ നിശ്ചിതമായിട്ട് പാർട്ടിക്ക് ആൾക്കാരെ വിമർശിക്കണം നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ തരൂർ പറഞ്ഞാൽ പലർക്കും ഇഷ്ടമല്ല, അസഹനീയമായിട്ടുള്ളൊരിതാണ് തരൂർ. കാരണം തരൂർ പലതും എനിക്ക് തോന്നുന്നത് ദേശീയതയോട് ഭയങ്കര സ്നേഹമുള്ളൊരു നേതാവാണ് അല്ലേ. ഇന്ത്യ ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു തിയറിയാണ് പുള്ളിയുടെ ഇത്. അപ്പം അങ്ങനത്തെ രീതിയിലൊരു ആ തരൂർ വിഭാഗം BJPക്കൊപ്പം നിൽക്കുമ്പോൾ BJPയിലുള്ള തന്നെ അനുയായികൾ ഒരുപാട് പേർക്ക് തരൂരിനോട് ഇഷ്ടമാണ്. ബിക്കോസ് ആ ഒരു ദേശീയത എന്നുള്ള ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പുള്ളി പലതും തുറന്നു കാട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ പക്ഷെ അത് കോൺഗ്രസിനകത്ത് ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു ഗാന്ധിയൻ ഫിലോസഫി വേണം, ഇല്ല എന്നല്ല പറഞ്ഞാൽ. ഗാന്ധിയൻ ഫിലോസഫി മാത്രമല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഗാന്ധിക്ക് മുമ്പ് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിനെ വാർത്തെടുത്തിട്ടൊരു ആ ഒരു കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഗാന്ധി എന്നുള്ള കുറേ പ്രിൻസിപ്പിളിൽ പോകുന്നു. പക്ഷെ എന്നിട്ട് ആ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവർക്ക് എപ്പോഴും പ്രീണനം, അതാണ് കോൺഗ്രസിന്റെ മറ്റൊന്ന്. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ളൊരു പ്രീണനം. ഏജൻസി ആയിട്ട് നിൽക്കാൻ വയ്യ. ലീഗിനെ കൂട്ടുപിടിക്കുന്നു, അപ്പോൾ അവരുടെ കുറേ നയങ്ങൾക്ക് താഴ്ന്നു കൊടുക്കുന്നു. സാമുദായിക സംഘടനകളുടെ നേരം. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അല്ലേ, പുള്ളി പിണറായിനൊക്കെ സ്തുതിച്ചുകൊണ്ട് നിന്നിട്ട് പോലും അടൂർ പ്രകാശ് ഒന്നും ഒരു അക്ഷരം അതിനെതിരെ പ്രതികരിക്കാൻ വയ്യ. അപ്പോഴും പിണറായി എന്താ വെള്ളാപ്പള്ളിയെ പ്രൈസ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇങ്ങനത്തെ ഉള്ള ഒരു അളിഞ്ഞു നാറിയ ഒരു രാഷ്ട്രീയ ഇതുള്ള കോൺഗ്രസ് എന്നല്ലേ പറയുന്നത് മൊത്തത്തിൽ. അപ്പം എതിരാളികളെ അത്രയും കാട്ടുകള്ളന്മാരായിട്ടും ആ കാട്ടുകൊള്ള കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വിഭാഗത്തിനെ ജയിപ്പിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശരിക്കും ഇതൊക്കെ ആർക്കാ ബെനിഫിഷ്യൽ ആവണേ? BJPക്ക് തന്നെ ആയിരിക്കും ബെനിഫിഷ്യൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയോട് ഇഷ്ടമാണെന്നേ പറയും. ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായി കഴിഞ്ഞു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആ ഒരു ഇതൊന്നുമല്ല. ഇപ്പോൾ KSUവിനല്ലേ വളരെ ശക്തമായിട്ട് നമ്മുടെ ആ ഒരു യങ്സ്റ്റേഴ്സിൽ തന്നെ ABVP എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് വരുമ്പോൾ ഇത് വളക്കൂറുള്ള മണ്ണായി വരുവാണ്. നമുക്ക് PM ശ്രീ ഉണ്ട് പദ്ധതി, അവരുടെ ഈ ഒരു പദ്ധതി വരുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒക്കെ സൈലൻസ് ആണ് കോൺഗ്രസ്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതെല്ലാം ബെനിഫിഷ്യൽ ആവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂടോടെ നശിച്ചു പോകും. ഒരു 5 വർഷം കൂടെ ഭരിക്കാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും. ആ രീതിയാണ് നമുക്കറിയാം. എല്ലാം BJPക്ക് വളരാനുള്ള നല്ലൊരു അടിത്തറ ബേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നാമാവശേഷം. പക്ഷേ വളരെ വിഷമമുള്ളൊരു സംഗതിയാണ് ഇത്രയും വലിയൊരു ദേശീയ പാർട്ടി ഇങ്ങനെ നശിച്ചു പോണത് കാണുമ്പം. സത്യത്തിൽ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്രീത്തെ. ഇവർ ഇനിയെങ്കിലും നന്നാവണം. എന്താണ് പാർട്ടിയാണോ വലുത് അതോ അവനവൻ്റെ ബെനിഫിറ്റ് ആണോ വലുതെന്നുള്ളൊരു തീരുമാനം സ്വയം ശുദ്ധീകരിക്കട്ടെ എന്നേ പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.